അല്ലെങ്കിൽ പെണ്ണാന്ന് ഞാൻ നോക്കത്തില്ല, വലിച്ചു എനിക്കറിയാം താനൊന്ന് വിരഞ്ഞൊടിച്ചാൽ തന്റെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരും ഭരണ മേധാവികളും പട്ടിയെപ്പോലെ വാലാട്ടി തന്റെ കാൽ കീഴിൽ വന്ന് നിൽക്കുന്നു. കേരളം വിറപ്പിക്കുന്ന പല പോലീസ് ഓഫീസർമാരും തന്നെ കണ്ട വിറയ്ക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഞാൻ ഭയങ്കര പ്രശ്നത്തിലാ. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തി തരാം. നാം ഒരു 4 ഐലസ ജപിച്ചങ്ങ് തരാം. ഐലേസയോ? ഐലസ എന്ന് പറഞ്ഞ മറ്റേ ചെമ്പിന്റെ സാധനമില്ലേ, തകിട് പോലത്തെ. അയ്യോ, അത് ഏലസല്ലേ? അത് തന്നെ. 4 ഞാനങ്ങ് ജപിച്ചു തരാം. അത് വീടിന്റെ 4 മൂലയ്ക്ക് കുഴിച്ചങ്ങൂട്ടിയിടുക. അയ്യോ, അത് പറ്റത്തില്ല. ഞാൻ ഫ്ലാറ്റിലാ താമസിക്കുന്നേ. ആണോ? ഒരു കാര്യം ചെയ്യ്, ഫ്ലാറ്റിൽ തന്നെ ആയിക്കോട്ടെ. ഫ്ലാറ്റിന്റെ 4 മൂലയ്ക്ക് അവൻ കുഴിച്ചിടാവല്ലോ. ചേച്ചിയാ, ആരാടോ തന്റെ ചേച്ചി? മാറി നിൽക്കളവാ. ഇങ്ങോട്ടൊന്നും നോക്കു മനുഷ്യ. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ പൂവമ്പഴം പോലിരുന്ന ഞാനല്ലേ ഇപ്പൊ ഇങ്ങനെ ഉപ്പുമാങ്ങാ പോലെ ആയിപ്പോയത്. ഈ സന്തോഷം എന്ന് പറയുന്ന സാധനെ ആരും വീട്ടിൽ കൊണ്ട് തരില്ല. അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിലേ ജീവിതം കാട് കയറി പോവും. നിനക്ക് ഇത്രയൊക്കെ വിവരം വെച്ചോടി? നെഗറ്റീവ് പറയുന്നവരോട് കൊന്നേ പറയാനുള്ളൂ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന നുണ, കള്ളം ഏതാണെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞുതരാം. അതെ, ഫോൺ സൈലന്റിലായിരുന്നടാ. ശരിയാണോ? ശരിയല്ലേ? പിന്നെ ടൊവിനോ തോമസ് ഒക്കെ നിർബന്ധിക്കുമ്പോ 1-2 വട്ടം ആ ക്യാരവാന്റെ മൂട്ടിൽ കുറച്ച് കരിയിലൊക്കെ കത്തിച്ചിട്ട് അലിഗേഷൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ടൊവിനോ തോമസിന്റെ വൈഫ് എന്നോട് റെസിപ്പി ചോദിച്ചു വിളിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. സോണി അതല്ല, സോണി ആരോപണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആരോപണങ്ങൾ ആർക്കാണ് മിസ്റ്റർ ഇല്ലാത്തത്? ആർക്കാണ് ഇല്ലാത്തത്? ലാലേട്ടന് നേരെയില്ലേ? മമ്മൂട്ടി സാറിന് നേരെയില്ലേ? ഉണ്ട്. പിഷാരടിക്ക് നേരെയില്ലേ? സോണിക്ക് തെറ്റി. പിഷാരടിക്ക് നേരെ ആരോപണങ്ങൾ ഇല്ല. ഇല്ല ഇല്ല. അടുത്ത ആഴ്ച ഒരു സിനിമയുടെ ഷൂട്ടിന് പുള്ളി വരുന്നുണ്ട്. വരട്ടെ, ഉണ്ടാക്കാം. സിമ്പിൾ അല്ലേ? കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന പെണ്ണാണ് നീ. അന്യ വീട്ടിലോട്ട് പോണം. നാട്ടുകാർ കണ്ടെന്ത് വിചാരിക്കും? ഈ മാലോകരോട് ഞാൻ എന്ത് പറയും? ഈ വീട്ടിൽ ആരാ വേലക്കാരി? ഞാനാ നീയാ? ഞാൻ ഈ തുണിയൊക്കെ നല്ലോണം കഴുകി നേരെ ഇടാൻ നോക്കും. വന്നിരിക്കാൻ വെറുതെ അടുക്കളയിൽ ഇരുന്ന ഞാൻ ഒരു പടവലങ്ങി എടുത്ത് അതിന് പോലും നോവാതെ ചൊണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് നിങ്ങളുടെ ഭർത്താവിന് നല്ല റെസ്റ്റ് വേണം. ദാ സ്ലീപ്പിംഗ് ടാബ്ലറ്റ്. ഒരു ദിവസം എത്ര ഗുളിക വീതം കൊടുക്കേണ്ടി വരും ഡോക്ടർ? ഇത് ഇയാൾക്കല്ല, നിങ്ങൾക്കാ. നിങ്ങൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വരും. ഓ, അപ്പൊ സാമൂഹ്യ സേവന പ്രവർത്തനമൊക്കെ ഉണ്ടല്ലേ? അയ്യോ അതല്ല, ഇവിടെ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ഒരു ഫ്രൂട്ട് കിട്ടും. അതൊക്കെ വലിയ ഇല്ലെങ്കിൽ ഇപ്പോ ഇവിടെ വെച്ച് പറഞ്ഞോളാം. വെറുതെ നാട്ടുകാരടുത്തെങ്ങാനും പോയി പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലൊന്നുമില്ല, എന്നാലും പറയരുത്. 5 ദിവസം കഴിഞ്ഞ് വന്നാ മതി. എന്നാ ഫോൺ നമ്പർ ഒന്ന് എഴുതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാല്ലോ. ഇപ്പൊ ഇതിലുള്ള ഫോൺ നമ്പറിൽ വിളിച്ചാ മതി. എഴുതിക്കോ. ഇതിലുള്ളത് വിളിച്ചാ മതി. മതി. അതിൽ അച്ഛൻ ആരെങ്കിലും എടുത്താലേ അല്ല വേറെ ആരെങ്കിലും വരുന്നവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. വേറെ പേഷ്യൻസ് ഒന്നും ഇല്ല പുറത്ത്. സത്യത്തിൽ എന്താ പ്രശ്നം? നിനക്ക് ഈ വാചകങ്ങളൊക്കെ എഴുതി തരുന്നേ നിന്റെ അപ്പനാ? ആടങ്ങടേക്ക നീ കൊറേ ലോകം കണ്ടിട്ടുണ്ടാവും, പക്ഷെ അടുത്ത് നിന്ന് കാണണ്ടോ നീ കണ്ടിട്ടില്ല കേട്ടോ. 20, 21, 22. പിന്നെന്തിനാ കള്ളം പറഞ്ഞത്? 16 വയസ്സുള്ളവർക്ക് ജോലിയുള്ളൂ എന്നറിഞ്ഞപ്പോ അമ്മയെ പറഞ്ഞത്. അത്രയൊക്കെ പറഞ്ഞാ മതി, അത്രയൊക്കെ തോന്നുള്ളൂന്ന്. കൊറേ കാലമായി അമ്മയുടെ ആശ എനിക്കൊരു ജോലി കിട്ടണമെന്ന്. അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഏതൊരു കുടുംബത്തിന്റെ തലയാണ് ഭർത്താവ്. ഭർത്താവ് തലയൊക്കെ ആയിരിക്കും, പക്ഷെ ഭാര്യ എന്താണെന്നറിയോ? കഴുത്ത്. കഴുത്തിന്റെ മുകളിലാണല്ലോ തല. കഴുത്തിന്റെ മുകളിലാണ് തല, പക്ഷെ കഴുത്ത് തീരുമാനിക്കും തല ഇങ്ങോട്ട് തിരിക്കണം. അതുകൊണ്ട് അവരെനിക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട്. നീ എന്നെ മറക്കണം മനു, അതാ നല്ലത്. ഇടി ഞാൻ മനുവല്ലായിരുന്നു, വിനുവായിരുന്നു. നീയും മറന്നേര്. നീ എന്നെ പട്ടിണിക്കിടാന്ന് വിചാരിച്ചല്ലേ? നീ മനസ്സിൽ കാണുന്നതിന് മുമ്പ് ഞാൻ മാനത്ത് കാണും. ഗതികേട്ടിന് എനിക്ക് കുറച്ച് കാശിന് ആവശ്യമായിരുന്നു. അതിന് വേറെ വല്ല വഴിയും കണ്ടിരുന്നെങ്കിലേ ഞാൻ നിന്നെയും കൈമളുണ്ടല്ലോ അവനെ. ഞാൻ അമ്പലത്തിൽ പോകും. എന്നിട്ട് ടെൻഷൻ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമല്ലേ? ഇല്ല, പിന്നെ ഞാൻ ആളുകളുടെ ചെരുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും. എന്നിട്ട് ഞാൻ അവരെ തന്നെ നോക്കി നിൽക്കും. അവരുടെ ടെൻഷൻ കാണുമ്പോൾ എന്റെ ടെൻഷൻ ദൂരെ പോകും. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കും മേക്കപ്പ് ചെയ്ത പെണ്ണും ഒരുപോലെയാണ്. രണ്ടും തുടച്ചു കഴിഞ്ഞാൽ ഭൂതം പുറത്തു വരും.
ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നീ എവിടെ പോയി? നീ കൂടെ ഈ വാരി ഒന്ന് ഒരു അത്യാവശ്യ കാര്യം പറയാൻ നിൽക്കുമ്പോ എന്തുവാ അതെ നീ ലിപ്സ്റ്റിക് വിട്ട് ഒരുങ്ങി കെട്ടി നീ ഇത് എവിടെ പോവുക? ഞാൻ വേസ്റ്റ് കൊണ്ട് കളയാ നീ വേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി എന്തിനാ നീ ഒരുങ്ങി പോണത്? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാൻ എന്തോ ഇവിടെ നോട്ടച്ചിട്ട് വല്ലതും ഉണ്ടോ? അവരോട് പോയി പറ വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ. അമ്മ അതെ ഈ 10,000 രൂപ കൊടുത്ത് നമുക്ക് അതിനേക്കാളും നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നല്ലേ നല്ലത്. ആ ചോദിച്ചു ഇന്ദു അത് തന്നെ പറയുന്നത്, സർക്കാർ ആശുപത്രി പോയാൽ മതി. ശരി ശരി. ഓ എന്തിനാ സെന്തിലേട്ടാ എന്റെ പേര് പറഞ്ഞേ? അവരെന്തോ വിചാരിക്കും എന്നെ കുറിച്ച്? നിന്റെ അമ്മ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കേ? എന്റെ അമ്മയോ? ആ പിന്നെ എന്റെ അമ്മയുടെ കാര്യം നിന്റെ അടുത്ത് ഒരു വിശേഷം പറയാൻ വിളിച്ചതാണ്. നിങ്ങളുടെ പുന്നാരപ്പൻ മുറ്റത്തിരുന്ന് തൂർന്നുണ്ട്. വന്ന് കോരെ കഴുകെ എന്താണെന്ന് വെച്ചേ കേട്ടോ. അപ്പൊ ഇയാളുടെ ഭർത്താവ് എന്നാ ചെയ്യുന്നത്? അയ്യോ ഞാൻ കേട്ടിട്ടില്ല. അതെന്നാ ഇയാള് കല്യാണം കഴിക്കാത്ത? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇയാള് സ്മാർട്ടാണ്.